ഹലോ നമസ്കാരം, ഞാൻ ജേഷൻ JK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒത്തിരി ബാക്കായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയി പോയി, അതുകൊണ്ടാണ് വീഡിയോയും ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, നമ്മളിന്ന് ട്രിവാൻഡ്രം വരെ പോവാണ്. നമ്മുടെ ഒരു ചേട്ടൻ ഇന്ന് വരുന്നുണ്ട്. ആൾ ഷാർജയിൽ നിന്ന് വരുന്നത്, ആടെ പെങ്ങളുടെ കല്യാണമാണ്. അപ്പം അതിന് വേണ്ടി ആൾ വരുന്നുണ്ട്. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട്, ജിബിൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ജിബിൻ എന്ന ചേട്ടനുണ്ട്. ഞങ്ങൾ രണ്ടുകൂടെയാണ് പോകുന്നത്, വിളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പേരപ്പൻ്റെ വീട്ടിലുണ്ട്. കാരണം അവിടെയും കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്, അത് കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം ഞാനിപ്പം നമ്മുടെ ജിബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്ക് വേണ്ടി വെയിറ്റ് കിടക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. ഏകദേശം ഇപ്പം സമയം 1 മണിയായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. 7:45 ഫ്ലൈറ്റ് അവിടെ വരുന്നത്. അപ്പം അവിടുന്ന് പിന്നെ പിക്ക് ചെയ്ത് രാത്രിയിലേക്ക് തിരിക്കും ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരിക്കും. നമ്മൾ പോകുന്ന വഴിക്കത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാം. നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ഒത്തിരി നാളായി ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ടൈം കിട്ടുന്നില്ല. അതിൻ്റെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്നൊരു കൂട്ടുകാരനും കൂടെ കിട്ടിയപ്പോഴത്തേക്കിന് എന്നാൽ ഇന്നൊരു വ്ളോഗ് എടുത്തേക്കാമെന്ന് വെച്ച്. ആളിപ്പം വരും. അപ്പോൾ ആൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ വന്നിട്ട് നമ്മളിനിയും ഇവിടുന്ന് യാത്ര തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ജിബിൻ എന്ന് പറഞ്ഞ ആളിതാണ് കേട്ടോ, ജിബിൻ ബ്രോ. അപ്പോൾ ജിബിൻ ബ്രോയും ജിഷ്ണും ഒക്കെ ഒരു കൂട്ടുകാരാണ്, അവരൊന്നിച്ച് പഠിച്ചു തരാം. അപ്പം നമ്മളിപ്പം വിളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ജസ്റ്റ് ഇനിയിപ്പം കീഴായിപ്പൂർ എന്ന സ്ഥലമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ പുല്ലാട് നിന്ന് നമ്മൾ കോഴിപ്പാലം സ്ഥലമുണ്ട്, അവിടുന്ന് നമ്മൾ റൈറ്റ് കയറി നേരെ പന്തളം റൂട്ട് അങ്ങനെ കയറി ട്രിവാൻഡ്രം അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മളിപ്പം ഉച്ച സമയത്തായതുകൊണ്ട് ഉപ്പിറ്റി വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളി നമ്മളെ ചതിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് 12:30 എന്ന് പറഞ്ഞ സമയം ഇപ്പോൾ 1:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങളെന്താ ലേറ്റായി പോയി? എന്താ ലേറ്റായി പോയി? കുറച്ച് പരിപാടി ഒന്നുമില്ലായിരുന്നു കേസ്. ചുമ്മാ അവിടെ ഇരിക്കുക. പിന്നെ അവരുടെ വീട്ടിൽ ഞാൻ കുറച്ച് കരിയാപ്പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പം ഞാനും അവരുടെ പേരപ്പൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഓമയ്ക്കായും പിന്നുണ്ടായിരുന്നു, ചേന, കത്തിരിക്ക, കരിയാപ്പല, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതായാലും ഇവിടെ വരെ പോകല്ലേ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കുറച്ച് സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിലോട്ട് പോകണം. 7:45 ആകുമ്പോഴത്തെ പുള്ളി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഇപ്പം കീഴായിപ്പൂരായി. ഇനി ഇവിടുന്ന് നമ്മളിനി നേരെ പോകണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇനിയും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിങ്ങാണ്. ഓക്കെ, നമ്മുടെ സ്ഥലം നമ്മുടെ കൊഴുവല്ലൂർ കഴിഞ്ഞിട്ടോ. കൊഴുവല്ലൂരാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൊമ്പൻ്റെ ഗ്യാരേജ് കേട്ടോ. ഈ വഴി, ഈ റൈറ്റ് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ ആ കാണുന്ന അപ്പുറയാണ് കൊമ്പൻ ബസ്സിൻ്റെ ഗ്യാരേജാണ്, ധാരാവി. അപ്പം ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പന്തളമുണ്ട്. പിന്നെ അങ്ങനെ പോകണത് കിടക്കുന്ന അടിപൊളി വഴിയാണ്. അപ്പം വെയിൽ ഉണ്ട്, ചൂടുണ്ട്, നല്ല ചൂടാണ്. വെയിലിക്കത്തിരിക്കാണ്ട് അത്ര അറിയത്തില്ല. അപ്പം ഈ സമയം ഇച്ചിരി തിരക്ക് കുറവാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ഇനി തിരക്കുള്ള സമയത്ത് നമ്മൾ പന്തളമാണ് കേട്ടോ. പന്തളം സൈഡാണ് തിരക്ക് വരുന്നത്. നല്ല മേഘമൊക്കെ കാണാൻ ഇപ്പോൾ അടിപൊളിയാണ്. നമ്മൾ ജിബിൻ ചേട്ടൻ വിളിക്കുന്നത് ജൂഡത്ത് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ജൂഡത്ത്, നാട്ടിലുള്ളവർക്ക് അറിയാം. ജൂഡത്ത് എന്നാണ് നമ്മുടെ നിക് നെയിം. അതെ, ഇവിടെയൊക്കെ നമ്മളെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീരാജ് എന്ന് പറഞ്ഞത് അറിയപ്പെടെ യൂട്യൂബിൽ നമ്മൾ റീലിട്ടുണ്ട്. മാന്തുക എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇവിടെ മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതേ മാന്തുക. ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാന്തുക എന്ന് പറഞ്ഞാൽ. ശബരിമല സീസൺ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര തിരക്കാണ് വഴി. കുറച്ച് അങ്ങോട്ട് ഇപ്പോൾ തിരിച്ച് തിരക്കാവും. വയറോടൊക്കെ തന്നെ കഴിഞ്ഞുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള തിരക്ക് റിട്ടേൺ പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. അപ്പം തിരക്കാണ്. നമ്മുടെ മുന്നിൽ ഒരു ബെൻസ് പോകുന്നത് കേട്ടോ. വില കുറഞ്ഞ ബെൻസാണ്. ഡെയിലാൻ പോട്ടെ, അടിപൊളിയുണ്ട് കാണാനല്ലേ, സൂപ്പർ. അതിനെ തൂപ്പിക്കാൻ വേണ്ടി ആക്റ്റീവയിൽ ഇട്ട പോക്കാണ്. ഇത്ര സ്പീഡിലൊക്കെ പോകുന്നത് ശരിയാണ്. നോക്കി
എന്തിനാണ് ഇത്ര ഇടയ്ക്ക് ഒരു കൊച്ചുണ്ടായിട്ട് എന്നിട്ടാണ് അവർ ഇത്ര സ്പീഡിൽ പോകുന്നത്? ഇതൊക്കെ പോയാൽ പോരെ. ടൂ വീലർ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. ടൂ വീലറാണ് 4 വീലറാണ്. ഡോക്ടറിന്റെ വണ്ടി കേട്ടോ. ഡോക്ടർ വണ്ടിയാണ്. നമ്മുടെ പുറയല്ലേ ബസ് കേൾക്കണം, ടൂറിസ്റ്റ് ബസ്. ഈശ്വര അത് ചേർത്തോണ്ടോ? ആരോടെ ഇപ്പം മാലടിച്ച് കളഞ്ഞാണ് നമ്മള് കേട്ടോ. തുള്ളി പോകുന്നുണ്ട് കേട്ടോ. ഈശ്വര ബ്രേക്ക് ഉണ്ടായിട്ട് നമ്മളിപ്പോൾ പന്തളം ആറ് കേട്ടോ. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ പന്തളം രാജകൊട്ടാരം വരുന്നത്. ഇതിൻ്റെ ഉൾവശത്താണ് അമ്പലവും കൊട്ടാരമൊക്കെ വരുന്നത്. ഇതിൽ അങ്ങോട്ട് പോകണം. ഇന്നലെ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. ഇതിൽ തിരക്കുണ്ട്. ദൈവന്മാർക്ക് പോകുന്ന സമയമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് വഴിയുണ്ട് കേട്ടോ. പന്തളം രാജകൊട്ടാരം അമ്പലമൊക്കെ ഉണ്ട്. പന്തളം എത്തി. ഇനി കിടക്കുന്നുണ്ട് നമുക്ക് യാത്രകൾ ചെയ്യാൻ കിടക്കുന്നു. എന്തായാലും ഫ്രണ്ട് ബെൻസ് വന്നു. എത്ര CC ആണെന്ന് ആർക്കറിയാം. നമ്മുടെ ഉണ്ട് ഇൻഡിഗ വിസ്ത കോട്രാജറ്റ് ഓടിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ പന്തളം NSS കോളേജാണ്. അതിൻ്റെ കാണാൻ എനിക്കറിയില്ല. ഇവിടെയാണ് പണ്ടൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ദി ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, പഴയൊരു മൂവിയാണ്. അതിവിടെയാണ് ഷൂട്ട് ചെയ്തത്. പന്തളം NSS കോളേജാണ് കാണുന്നത്. നമ്മൾ ചടയമംഗലം വന്നു കേട്ടോ. ചടയമംഗലം ജഡായിപ്പാറ സൂം ചെയ്ത് കാണിച്ചേക്കും. അത് കാണുമെന്ന് അറിയില്ല. നമ്മുടെ ജഡായിപ്പാറ ജഡായുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് അവിടെ. ചടയമംഗലം ആയുള്ളൂ. ഇനിയുണ്ട് സമയം കിടക്കുന്നു. ഇച്ചിരി തിരക്കായി കേട്ടോ. വഴിയൊക്കെ ഇച്ചിരി തിരക്കായി. നമ്മുടെ ജഡായപ്പാറിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. പിന്നെ മെയിൻ എൻട്രൻസ് നമ്മൾ പോകുന്ന വഴി തന്നെ കുറച്ച് മുന്നോട്ട് ഇപ്പോൾ റൈറ്റോട് വഴിയുണ്ട്. അവിടെയാണ് എൻട്രൻസ് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡ് കാണിച്ചു. അതായത് ചെറിയൊരു പോർഷൻ കാണാൻ പറ്റുന്നു. ഭയങ്കര വെയിലാണ്. സമയമില്ല, നല്ല കയറായിരുന്നു. അവിടെ ജഡായിപ്പാറ റൈറ്റ് സൈഡ് ബോർഡ്. അങ്ങനെ നമ്മൾ വെഞ്ഞാറമൂട് എത്തി കേട്ടോ. വെഞ്ഞാറമൂട് എത്തിയേക്കാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു വലിയൊരു ബ്ലോക്കിന് ശേഷം നമ്മൾ വെഞ്ഞാറമൂട് എത്തിയിരിക്കുകയാണ്. ഇനി നോക്കി ഇനിയും കഴക്കൂട്ടത്തിന് കുറച്ച് നമുക്ക് ഇനിയും അവിടെ സ്റ്റോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വീട്ടിൽ കയറിയിട്ടേ പോകത്തുള്ളൂ. നമ്മൾ വെഞ്ഞാറമൂട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കഴക്കൂട്ടത്ത് നിന്ന് കേട്ടോ. കഴക്കൂട്ടത്ത് നിന്ന് ഇനി കുറച്ച് ദൂരമുണ്ട് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഫ്ലൈവർ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം കാണുന്ന ബീച്ചാണ് കേട്ടോ. ഇതുകൊണ്ട് കുറച്ച് അപ്പുറം മാറി കഴിഞ്ഞ ബീച്ചാണ്. അപ്പോൾ ആ കാണുന്നതൊക്കെയാണ് നമ്മുടെ ടെക്നോ പാർക്കൊക്കെ. ടെക്നോ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളു. ആ ടെക്നോ പാർക്കിൻ്റെ അടുത്താണ് നമുക്ക് ചെല്ലേണ്ടത്. അവിടെ നിന്ന് നമുക്ക് എൻ്റെ 6 മണിയാകുമ്പോഴത്തേന് പിന്നെ എയർപോർട്ടിൽ പോയാൽ കാരണം അടിപൊളിയായി, സൂപ്പറായിട്ടുണ്ട്. അവിടെ കാണുന്ന ടെക്നോ പാർക്കാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, എല്ലാ പാർക്കും പാർക്കോട് പാർക്ക് അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ലുലു മോളാണ് കേട്ടോ. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന ട്രിവാൻഡ്രത്തുള്ള ലുലു മോളാണ് ഈ കാണുന്നത്. നമ്മുടെ അത്യാവശ്യം വലിയൊരു മാളാണ് കേട്ടോ. ഏഷ്യയിലേക്ക് ഏറ്റവും വലിയൊരു മാളെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറിയിട്ട് നമ്മുടെ
അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മളിനി എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ടാണ് ഇച്ചിരി തിരക്കാണ്, വഴിയൊക്കെ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. സന്ധ്യ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി തിരക്കാവും. ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രം ട്രിപ്പ് ഇന്നത്തെ? കുഴപ്പമില്ലല്ലേ? അത് തന്നെയല്ലേ കഴിച്ചു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ അമ്മച്ചിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിനും കൂടാൻ പറ്റി. യാദൃശ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, പിറന്നാൾ കൂടാൻ വേണ്ടി. മാപ്പം ചിക്കിയേക്കാം സ്ട്രൈറ്റ് തന്നെ. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട്. സോറി, എയർപോർട്ട് എടോ ഇല്ല, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കാണിക്കടോ. താൻ എൻ്റെ ക്യാമറമാൻ ഒരു ഐഡിയ ഇല്ലാത്തവനെ കൊണ്ടാണല്ലോ ഞാൻ വന്നത്. ട്രിവാൻഡ്രം എയർപോർട്ട് കാണിക്കാൻ പറ്റും, താൻ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കാണിക്കും. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ ഇവിടെ വന്നു കേട്ടോ. എയർപോർട്ടിൽ വന്നു. അവിടെ പാർക്കിങ്ങിൽ ഇരിക്കുകയാണ്. 7:45 ഫ്ലൈറ്റ് വരുന്നത്. ഞാൻ ഇച്ചിരി നേരത്തെ പോരുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങി ഇങ്ങനെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ആളെ വന്നിട്ട് ഇനി പിക്ക് ചെയ്യണം. അതിന് മുമ്പ് ഇനി സമയമുണ്ട്, ഇനി ഒരു 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇനി കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരട്ടെ. അപ്പം ഇനി ആളെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് വെച്ച് പിടിക്കണം, തിരിച്ച് വരണം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. ട്രിവാൻഡ്രത്തെ എയർപോർട്ടിൽ വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ. വഴി ഇപ്പം ഇവിടെ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ പണി കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൺഫ്യൂഷൻ ആയിരിക്കും. പഴയ നമ്മൾ പണ്ടത്തെ എൻട്രൻസ് വഴിയല്ലേ കയറുന്നത്, വേറെ വഴിയൊക്കെ ഇപ്പോൾ കയറുന്നത്. അതുകൊണ്ട് അതും ഒന്ന് സൂക്ഷിച്ച് വെച്ചോ. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ബുക്കിങ്ങിൻ്റെ. അപ്പോൾ ഞങ്ങളിനി ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ, എന്നിട്ട് ഇനി മുത്തിനെ കാണിക്കാം. ഓക്കെ, നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് കാണാൻ കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നുണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് വരുന്നതും പോകുന്നതൊക്കെ കൊണ്ടുവിടാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എയർപോർട്ടുകളൊന്നും സാധാരണ വീഡിയോ പെർമിഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. GB ഉണ്ടോ? ഇതിലേ പോ. അതോ ഇവിടെ നല്ല കിളികളുടെയും സൗണ്ട് പട്ടിയുടെ തന്നെ കേട്ടോ. കിളികളുടെ സൗണ്ടൊക്കെ അമ്മ തള്ളുക. എങ്ങനെ അടിപൊളിയില്ലേ? ലൈറ്റിങ്ങിനൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്നാൽ നമ്മുടെ കൊച്ചിയുടെ അത്രയും വരത്തില്ല കേട്ടോ. നിങ്ങളത്തിലൊക്കെ കാണുന്നതേ ഉള്ളൂ. കൊള്ളാം. എന്നാലും അല്ല, പുള്ളിക്ക് അറിയത്തില്ല നമ്മൾ വ്ളോഗും കാര്യം എടുക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല കേട്ടോ. അത് വരുമ്പോൾ മാത്രം നമ്മൾ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളെ പറഞ്ഞിട്ടില്ല, വ്ളോഗിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിയെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തെ എയർപോർട്ടും നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ടും നമ്മൾ വ്യത്യാസം എന്നറിയാം. ഇവിടെ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചി എയർപോർട്ടിൽ അത്രയും സ്പേസ് വന്നിട്ടില്ല, അത്രയും ചെയറും ഇല്ല അവിടെ. കൊച്ചി എയർപോർട്ട് ഇതുപോലൊക്കെ ഔട്ട് സൈഡ് ഇരിക്കാനൊക്കെ ഒരു ചെയർ കൊടുക്കുമായിരുന്നു നല്ലത്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ചെയറുണ്ട് ഇവിടെ, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇനി 7:45 7:45 ഫ്ലൈറ്റ് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് 15 മിനിറ്റ് വേണം. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആളെ ശേഷം വരും. വെയിറ്റിങ്ങിനാണ്, കട്ട വെയിറ്റിങ്. ഏത് ദൂരത്തിലാണെന്നൊന്നും അറിയത്തില്ല. നമുക്കിനി നോക്കാം. കോമഡി എന്ന് വെച്ചാണല്ലോ, നമ്മുടെ തന്നെ വീടുകളിൽ അടുത്തടുത്താണ്. ഈ പുള്ളി മുത്തിൻ്റെ വീടും ഒരു മതിലിനപ്പുറം ഇപ്പുറയാണ്. പക്ഷേ ഇവർ തമ്മിൽ കണ്ടിട്ടിപ്പം 4 വർഷമായി അല്ലേ. 4 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. കാരണം പുള്ളി വരുമ്പോഴത്തേന് മുത്ത് കാണത്തില്ല, മുത്ത് വരുമ്പോഴത്തേന് ജൂഡിത് കാണത്തില്ല.
ജൂഡത്ത് അത് മതി. അത് കാരണം ഒരു 4 വർഷത്തിന് ശേഷമാണ് കാണാൻ പോകുന്നത്. അത് ഇതിൻ്റെ പ്രത്യേകതയാണ്. വീഡിയോ കോൾ ചെയ്ത് കാണും, അല്ലാതെ നേരിട്ട് കണ്ടിട്ട് ഇപ്പം 4 വർഷമായി. അത് നോക്കാം നമുക്ക്. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ഇരിക്കുകയല്ല, അപ്പം നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ തരും. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ ഒരു അവസരം കിട്ടും, നിങ്ങൾ എന്നെ ചെയ്യും. ഞാൻ എന്തോ താത്ത് മുക്കിയും കളി മുങ്ങിയും താമം കളി അത് നിങ്ങൾക്ക് ഓടിക്കാൻ ബട്ടൺസ് ഒക്കെ ഏതൊക്കെ അറിയാമോ? ഉള്ളവരും പിടിച്ച് ഓണാക്കണം. ഒന്നേ കടക്കി അല്ലെങ്കിൽ എവിടെ അത് സത്യം കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞിട്ട് വെള്ളത്തിലെല്ലാം ആണെങ്കിൽ നീന്തൽ അറിയത്തില്ല, മൂഞ്ചി പോകത്തുള്ളൂ. കരക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എങ്ങനെ ഓടി രക്ഷപ്പെടാതെ. എനിക്ക് അവസരം കിട്ടുവാണെങ്കിൽ എന്നെ കയറുക. ഞാൻ ആദ്യം എല്ലാം പഠിച്ചിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കറക്കും, ഫ്ലൈറ്റ് ഡ്രിഫ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിരിക്കും, അല്ല മാനുവൽ ഗിയറില്ല, ഗിയറൊന്നും സിസ്റ്റം ഒന്നുമില്ല, കിടന്നില്ലല്ലോ. ഓട്ടോമാറ്റിക് ആയിരിക്കും. പിന്നെ മൈലേജാണ് അതേ കുറവായിരിക്കും. ഡീസലല്ല. എൻ്റെ കോമഡിയൊക്കെയാണ്. മറ്റേ CD മൂസയ്ക്കകത്ത് അവസാനം സലികുമാർ ഫ്ലൈറ്റ് പറന്നതായിരിക്കും, ഇവിടുത്തെ ഫ്ലൈറ്റ് പറഞ്ഞു. ബുക്ക് ഉണ്ടാക്കി നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാനൊരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്, എയർപോർട്ടിൽ ഇരിക്കുകയാണ്. കാണുന്നില്ല, ഇറങ്ങും വിളിക്കായിരിക്കും. നമ്മൾ നോക്കിയാണ് നാളെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ പിക്കപ്പ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ തപ്പ് കിടന്ന ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ ഞങ്ങൾ വരും നോക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടില്ല. ഞാൻ എടാ ഞാൻ സിമ്മ് കണ്ടില്ല. നീ പാടിട്ട് അവള് ചാർജ് ഞാൻ എങ്ങനെ തപ്പെടുക്കുന്ന വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ യാത്രയാണ് കേട്ടോ. ഇത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. അപ്പം ഇവർ തമ്മിൽ കണ്ടിട്ട് 4 വർഷമായി കേട്ടോ. അടുത്തടുത്ത വീടുന്നെങ്കിൽ 4 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നമ്മൾ ഏട്ടത്തേരെ പിക്ക് ചെയ്യാൻ വേണ്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.